തലവര. അർജുൻ അശോകനെ നായകനാക്കി അഖിൽ അനിൽകുമാർ സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ ചിത്രം. അഖിലിന്റെ ആദ്യ സിനിമ അർച്ചന 31 Not Out എനിക്ക് തീരെ വർക്കാവാതെ പോയൊരു പടമായിരുന്നു. എങ്കിലും ഫ്രഷായ പോസ്റ്റേഴ്സ് കൊണ്ടും അഖിലിന്റെ ഷോർട്ട് ഫിലിംസിനോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടും ആദ്യ ദിനം തന്നെ തലവര കാണാൻ കയറി. പാണ്ഡ എന്ന വട്ടപ്പേരിൽ അറിയപ്പെടുന്ന ജ്യോതിഷ് എന്ന വെള്ളപ്പാണ്ടുള്ള ഒരു പാലക്കാട്ടുകാരന്റെ കഥയാണ് തലവര പറയുന്നത്. ടൈറ്റിൽസിന് മുന്നേ തന്നെ നമ്മളെ കഥയിലേക്ക് ഇന്നാക്കുന്ന തുടക്കം. ഒരൊറ്റ സീനിൽ എല്ലാ ക്യാരക്ടറുകളെയും കഥാ പശ്ചാത്തലത്തെയും വളരെ സിമ്പിളായി പരിചയപ്പെടുത്തി പടം പതിയെ കഥയിലേക്ക് കടന്നു. സിനിമയിലേക്ക് വന്നാൽ പറയത്തക്ക ജോലിയൊന്നുമില്ലാത്ത, ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉള്ള, അച്ഛൻ്റെയും അമ്മയുടെയും ചിലവിൽ കഴിയുന്ന, സിനിമാ ഭ്രാന്തനായ, ജീവിത സാഹചര്യങ്ങൾ കാരണം വലിയ വലിയ സ്വപ്നങ്ങളൊന്നും കാണാൻ തയ്യാറല്ലാത്ത, സിംഗിളായ, ഒരു നല്ല വീടില്ലാത്ത ഒരു മിഡിൽ ക്ലാസ് യുവാവിൻ്റെ കഥയാണ് ഇത്. എവിടെയോ ഒരു ഇത് അല്ലേ? അതെ, കേരളത്തിലെ ബഹുഭൂരിപക്ഷം യുവാക്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പലരും അനുഭവിച്ച് കടന്നു വന്ന ആ ഒരു ലൈഫിലേക്കാണ് തലവര നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. എന്നെ പോലെ നിങ്ങളെപ്പോലെ ആ ഒരു അവസ്ഥ എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞവരുടെ കണ്ണ് നിറയ്ക്കുന്ന പടം. രണ്ട് കാര്യങ്ങളിലാണ് തലവര കയറി പോകുന്നത്. ഒന്ന് പെർഫോമൻസ്, രണ്ട് തിരക്കഥ. പെർഫോമൻസസിലേക്ക് കടന്നാൽ, പെർഫോമൻസ് പാളിയാൽ ഈസിയായി ക്രിഞ്ചിലേക്ക് വീഴാവുന്ന പടത്തെ ഗംഭീര പെർഫോമൻസസിലൂടെ നമ്മുടെ നെഞ്ചിലേക്ക് ഇങ്ങനെ ഒഴുക്കുകയാണ് അർജുൻ അശോകൻ. സത്യം പറഞ്ഞാൽ ഞെട്ടിച്ച പ്രകടനം. പുള്ളിയിൽ നിന്നും ഇത്രയും മെച്യൂറായ, സറ്റിലായ ഒരു പെർഫോമൻസ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പാണ്ഡ എന്ന ക്യാരക്ടറിലേക്ക് ഇറങ്ങിച്ചെന്ന് അയാളുടെ മനോസഞ്ചാരങ്ങൾ കൃത്യമായി പഠിച്ച് അത് ഗംഭീരമായി പെർഫോം ചെയ്തിട്ടുണ്ട് അർജുൻ അശോകൻ. പുള്ളി ഇതുവരെ ചെയ്തതിൽ ബെസ്റ്റ്. കണ്ണുകളിലൂടെയും ബോഡി ലാംഗ്വേജിലൂടെയും നോട്ടങ്ങളിലൂടെയും ഒക്കെ നമ്മൾ ഇന്നുവരെ കാണാത്തൊരു കയ്യൊതുക്കമെന്ന അർജുൻ അശോകൻ എന്ന നടനെ നമുക്ക് സ്ക്രീനിൽ കാണാം. അശോകൻ, പുള്ളിയുടെ ക്യാരക്ടർ നല്ല കിടുക്കാച്ചി ക്യാരക്ടർ. പുള്ളിയാണ് സിനിമയിൽ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മളിങ്ങനെ ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഓരോ റിയാക്ഷൻസും, ആ ഇരിപ്പും നടപ്പും എല്ലാം മികച്ചത്. പെർഫെക്റ്റ്. ദേവദർശിനി, ഒന്നും പറയാനില്ല, വളരെ മികച്ച പെർഫോമൻസ്. പിന്നെ നായിക രേവതി ശർമ്മ, സൂര്യയുടെ നായികയായി ഗരുഡൻ എന്ന തമിഴ് സിനിമയിൽ അഭിനയിച്ച നടിയാണ് കേട്ടോ ഈ രേവതി. എന്നാ ക്യൂട്ടാണ്, സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നൂല. അതുപോലെ തന്നെ പവർഫുൾ പെർഫോമൻസ്. പിന്നെ ശരത് സഭ, അതുപോലെ തന്നെ വിഷ്ണു രഘു, നമ്മുടെ റാഫി, മനോജ് മോസസ്, വിഷ്ണുദാസ് ടീം, പിന്നെ അശ്വത് ലാൽ, ആതിര, അങ്ങനെ എല്ലാവരും അവരവരുടെ റോളുകൾ മികച്ചതാക്കിയിട്ടുണ്ട്. ഇനി തിരക്കഥ. സംവിധായകൻ അഖിൽ അനിൽകുമാറും അപ്പു അസ്ലമും ചേർന്നാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ക്രിഞ്ചിലേക്ക് ഈസിയായി വീണേക്കാവുന്ന രംഗങ്ങളെ സേവ് ചെയ്തെടുക്കുന്ന മികച്ച തിരക്കഥ. അവിടൊക്കെ ഫീൽ ഒട്ടും കുറയാതെ, എന്നാൽ കൂടിപ്പോകാതെ ബ്രില്യൻ്റ് ആയി എഡിറ്റ് ചെയ്തിട്ടുണ്ട് എഡിറ്റർ രാഹുൽ രാധാകൃഷ്ണൻ. ഇമോഷണൽ രംഗങ്ങൾ നമ്മുടെ കണ്ണ് നിറച്ച് അത് വേണേ നീട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടെന്നിരിക്കെ അത് വേണ്ടെന്ന് വെച്ച് കഥയിലേക്കും നായകനിലും കോൺസെൻട്രേറ്റ് ചെയ്ത് പുരോഗമിക്കുന്ന തിരക്കഥ. ഇലക്ട്രോണിക് കിളി ഒരുക്കിയ പാട്ടുകളും BGM-ഉം പല സീനുകളും ഉള്ളിൽ കൊള്ളാൻ വലിയൊരു കാരണമായിട്ടുണ്ട്. സിനിമയും തിരക്കഥയും ഡിമാൻഡ് ചെയ്യുന്നത് എന്താണോ അത് വലിയ ഗിമ്മിക്കുകളൊന്നും കൂടാതെ നീറ്റായി ഡെലിവർ ചെയ്തിട്ടുണ്ട് സിനിമാറ്റോഗ്രാഫർ അനിരുദ്ധ് അനീഷ്. ഭയങ്കര വ്യത്യസ്തമായ മേക്കിങ്ങോ റിയലിസ്റ്റിക് അപ്രോച്ചോ ഇന്നേ വരെ മലയാള സിനിമ കാണാത്ത രംഗങ്ങളോ ഒന്നുമില്ല. സിനിമാറ്റിക് ലിബർട്ടി ആവശ്യത്തിന് എടുത്തു ചെയ്ത, റിലേറ്റബിളായ ചെറിയ തമാശകളും ഇത്തിരി ഡ്രാമയും ഒത്തിരി ലൈഫുമുള്ളൊരു മനോഹരമായ ഇമോഷണൽ ഡ്രാമ. അതാണ് തലവര.